നമസ്കാരം. ഇവിടെ 4 സിംഗിൾ ക്രൂഷ്യ വേരിയേഷൻസ് ആണ് ചെയ്യുന്നത്. ക്രോസ് ഓവർ സിംഗിൾ ക്രൂഷ്യ സ്റ്റിച്ചസ്, ഷാലോ സിംഗിൾ ക്രൂഷ്യ, ഫ്രണ്ട് ലൂപ്പ് ആൻഡ് ബാക്ക് ലൂപ്പ് സിംഗിൾ ക്രൂഷ്യേസ്, പിന്നെ മോസ് അല്ലെങ്കിൽ ലിനൻ സ്റ്റിച്ച്. അപ്പോൾ ആദ്യം നമുക്ക് ക്രോസ് ഓവർ സിംഗിൾ ക്രൂഷ്യ സ്റ്റിച്ചസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് ചെയിനുകൾ ചെയ്യുക. ചെയിൻസ് ചെയ്തതിന് ശേഷം ഹുക്ക് കിടക്കുന്ന ലൂപ്പ് വിട്ടിട്ട് തൊട്ടടുത്ത ചെയിനിലേക്ക്, അതായത് ഫസ്റ്റ് ചെയിൻ, ഹുക്ക് കിടക്കുന്ന ലൂപ്പ് വിട്ടിട്ട് ഫസ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ക്രൂഷ്യ ചെയ്യുക. പിന്നെ അടുത്ത ചെയിനിലേക്ക് വീണ്ടും സിംഗിൾ ക്രൂഷ്യ ചെയ്യുക. ഇനി സിംഗിൾ ക്രൂഷ്യേസിൻ്റെ ഒരു റോ ചെയ്യുക. ഓക്കെ, സിംഗിൾ ക്രൂഷ്യേസിൻ്റെ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വർക്ക് ടേൺ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ചെയ്യുക. ഒരു ചെയിൻ ചെയ്തിട്ട് ഇതാ ഇവിടെ നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ച്, ആദ്യത്തെ സ്റ്റിച്ച് വിട്ടതിന് ശേഷം, ആദ്യത്തെ ചെയിൻ വിട്ടതിന് ശേഷം അടുത്ത ചെയിനിലേക്ക്, അതായത് ഈ ചെയിനിലേക്കാണ് നമ്മൾ ഒരു സിംഗിൾ ക്രൂഷ്യ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഹുക്ക് കിടക്കുന്ന ചെയിനിൽ നിന്ന് സെക്കൻഡ് ചെയിൻ, ആദ്യത്തെ ചെയിൻ വിട്ടു അടുത്ത ചെയിനിലേക്ക് സിംഗിൾ ക്രൂഷ്യ ചെയ്യുക. ഇനി തിരിച്ച് നേരത്തെ നമ്മൾ വിട്ട ചെയിൻ, അതായത് ആദ്യത്തെ ചെയിൻ, ആ ആദ്യത്തെ ചെയിനിലേക്ക് സിംഗിൾ ക്രൂഷ്യ ചെയ്യുക. ഓക്കെ, ഇതുപോലെ ക്രോസ് ആയിട്ട് വരും സ്റ്റിച്ച്. ഇനി അടുത്ത ചെയിൻ വിട്ടിട്ട് അതിനടുത്ത ചെയിനിലേക്ക് സിംഗിൾ ക്രൂഷ്യ ചെയ്യുക. ഈ ചെയിൻ വിട്ടിട്ട് ഈ ചെയിനിലേക്ക് ചെയ്യുക. ഓക്കെ, സിംഗിൾ ക്രൂഷ്യ ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വിട്ട ആ ചെയിനിലേക്ക്, ഇതാ ഇവിടെ ഇതിലേക്കൊരു സിംഗിൾ ക്രൂഷ്യ ചെയ്യുക. അതാണ് ക്രോസ് സിംഗിൾ ക്രൂഷ്യ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ, അതായത് സ്കിപ്പ് ചെയ്ത സ്റ്റിച്ചിൻ്റെ സ്പേസ് മനസ്സിലാവുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കേഴ്സ് ഉപയോഗിക്കാം. സ്റ്റിച്ച് മാർക്കേഴ്സ് മേടിക്കാൻ കിട്ടും, ആമസോണിലും ഓൺലൈൻ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. അതല്ലാതെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ച്, പിൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ യാൺ തന്നെ വേറെ കളർ യാണൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യാൺ കളർ ചേഞ്ച് ചെയ്തിട്ട് ഇനി ഒന്നുകൂടെ ക്രോസ് ഓവർ സ്റ്റിച്ചസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നന്നായി മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തു, എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രൂഷ്യ ചെയ്തു. ഇനി തിരിച്ച് പിറകിലേക്ക്, അതായത് നമ്മൾ സ്കിപ്പ് ചെയ്ത സ്റ്റിച്ചിനകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രൂഷ്യ ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്ത ചെയിൻ വിടുക. ഈ ചെയിൻ വിട്ടിട്ട് ഇതിലേക്ക് സിംഗിൾ ക്രൂഷ്യ ചെയ്യുക. ഓക്കെ, ഇനി പിറകിലേക്ക് വീണ്ടും സിംഗിൾ ക്രൂഷ്യ. 2 ക്രോസ് ഓവർ സ്റ്റിച്ചസ് ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ചെയിൻസിലും ചെയ്യുക, റോയുടെ എൻഡ് വരെ. അപ്പോൾ ഇങ്ങനെയാണ് ക്രോസ് ഓവർ സ്റ്റിച്ചസിൻ്റെ പാറ്റേൺ വരിക. ഷാലോ സിംഗിൾ ക്രൂഷ്യ സ്റ്റിച്ചസ് ചെയ്യാം. അപ്പോൾ ഷാലോ സിംഗിൾ ക്രൂഷ്യ സ്റ്റിച്ചസ് ചെയ്യാൻ വേണ്ടി ആദ്യം കുറച്ച് ചെയിൻസ് ചെയ്തിട്ടുണ്ട്. സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം ചെയിൻസ് ചെയ്തു. ആദ്യത്തെ ചെയിൻ വിട്ടതിന് ശേഷം അടുത്ത ചെയിനിലേക്ക് സിംഗിൾ ക്രൂഷ്യ ചെയ്യുക. പിന്നെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രൂഷ്യ വീതം
നമുക്ക് ആവശ്യമുള്ള അത്രയും ലെങ്ത്തിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയിൻസ് ചെയ്തു, പിന്നെ അടുത്ത റോ സിംഗിൾ ക്രൂഷ്യ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ക്രൂഷ്യയുടെ ഒരു റോ കംപ്ലീറ്റ് ആയി. അപ്പോൾ വർക്ക് ടേൺ ചെയ്തു. എന്നിട്ട് ഇവിടെ ഞാൻ വേറൊരു കളറിലുള്ള യാൺ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചസ് ക്ലിയറായി മനസ്സിലാവാൻ വേണ്ടിയാണ് അങ്ങനെ വേറെ കളർ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം കളർ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ അതെടുത്തതിന് ശേഷം ഒരു ചെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ ക്രൂഷ്യ ചെയ്യേണ്ടത് സാധാരണ ചെയ്യുന്ന പോലെ ചെയിൻസിൻ്റെ അടിയിലേക്കല്ല, അതിന് പകരം ആ ചെയിനിൻ്റെ താഴെ കാണുന്ന സ്പേസിലേക്കാണ്. ഇവിടെ കാണുന്നുണ്ട്. ഈ ചെയിനിൻ്റെ നേരെ താഴെ കാണുന്ന ആ സ്പേസിലേക്കാണ് നമ്മൾ സിംഗിൾ ക്രൂഷ്യ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഷാലോ സിംഗിൾ ക്രൂഷ്യ ആയിട്ടുണ്ട്. ഇനി അടുത്ത ചെയിനിൻ്റെ സെക്കൻഡ് ചെയിനിൻ്റെ തൊട്ട് താഴെ കാണുന്ന സ്പേസ് നോക്കുക. ഇതാ ഇതിലേക്ക് ഒരു സിംഗിൾ ക്രൂഷ്യ ചെയ്യുക. ഇനി അടുത്ത സ്പേസിലേക്ക് ചെയ്യുക. അടുത്ത ചെയിനിൻ്റെ താഴെ കാണുന്ന സ്പേസിലേക്ക്. അപ്പോൾ സാധാരണ സിംഗിൾ ക്രൂഷ്യ ചെയിനിൻ്റെ അടിയിൽ കൂടെ ചെയ്യും. ഷാലോ സിംഗിൾ ക്രൂഷ്യ ചെയിനിൻ്റെ അടിയിൽ കാണുന്ന ആ സ്പേസിൽ കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ റോയുടെ എൻഡ് വരെ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പാറ്റേൺ കിട്ടും. ഓക്കെ, ഇനി വർക്ക് ടേൺ ചെയ്തിട്ട് ഒരു ചെയിൻ ചെയ്യുക. ഇനി ചെയ്യാൻ പോകുന്ന റോ സിംഗിൾ ക്രൂഷ്യസിൻ്റെ മാത്രമാണ്, സാധാരണ സിംഗിൾ ക്രൂഷ്യസിൻ്റെത്. അതായത് ചെയിൻ്റെ അടിയിൽ കൂടെ സിംഗിൾ ക്രൂഷ്യസ് ചെയ്യുക. നോർമൽ സിംഗിൾ ക്രൂഷ്യസിൻ്റെ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് വർക്ക് ടേൺ ചെയ്ത് ഒരു ചെയിൻ ചെയ്ത ശേഷം വീണ്ടും ഷാലോ ക്രൂഷ്യയാണ് ഷാലോ സിംഗിൾ ക്രൂഷ്യസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചെയിൻ്റെ അടിയിലുള്ള ആ സ്പേസ് നോക്കുക. ഈ സ്പേസിലേക്കാണ് അടുത്ത സിംഗിൾ ക്രൂഷ്യ ചെയ്യേണ്ടത്. ക്രൂഷ്യ ചെയ്യേണ്ട സ്പേസസ് ഇവിടെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്പേസസിലേക്കാണ് ഇനി അടുത്ത ഷാലോ സിംഗിൾ ക്രൂഷ്യസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഷാലോ സിംഗിൾ ക്രൂഷ്യ ചെയ്യാൻ തുടങ്ങാം. ഓരോ സ്പേസിലേക്കും ഓരോ സിംഗിൾ ക്രൂഷ്യ വീതം. ഇതേപോലെ റോ എൻഡ് ചെയ്യുന്ന വരെ ചെയ്യുക. ഇപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു നോർമൽ സിംഗിൾ ക്രൂഷ്യ റോ പിന്നെ ഒരു ഷാലോ സിംഗിൾ ക്രൂഷ്യ റോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പാറ്റേൺ കിട്ടും. അപ്പോൾ ഇവിടെ സിംഗിൾ ക്രൂഷ്യസ് ഫ്രണ്ട് ലൂപ്പിലെ കൂടിയും ബാക്ക് ലൂപ്പിലെ കൂടിയും ചെയ്താലുള്ള വ്യത്യാസം കാണാം. ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ചെയ്താൽ ഇതുപോലെ, ബാക്ക് ലൂപ്പിൽ ചെയ്താൽ ഇതുപോലെ. രണ്ടും റിഡ്ജസ് ആണ് കിട്ടുക. ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ചെയ്താൽ ഒരു ലൂപ്പ് മാത്രമുള്ള റിഡ്ജസ് ആണ്. ബാക്ക് ലൂപ്പിൽ കൂടെ ചെയ്യുകയാണെങ്കിൽ രണ്ട് ലൂപ്പ് കൂടിയ റിഡ്ജസ് ആണ് കിട്ടുക. ഇതുപോലെ കുറച്ചുകൂടി അധികം പൊങ്ങിയിരിക്കും. അപ്പോൾ ഈ സ്റ്റിച്ചസ് ഞാൻ മുമ്പേ വേറെ ബീനിയുടെയും സോക്സിൻ്റെയും വർക്കിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം സ്ലിപ്പ് നോട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള അത്രയും ചെയിൻ ചെയ്യുക. ചെയിൻസ് എപ്പോഴും കുറച്ച് ലൂസായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ തൽക്കാലത്തെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇത്രയും ചെയിൻസ് ചെയ്യുന്നുള്ളൂ. ഇനി ആ ഹുക്ക് കിടക്കുന്ന ചെയിൻ വിട്ടിട്ട് ഫസ്റ്റ് ആദ്യം കാണുന്ന ചെയിനിലേക്ക് സിംഗിൾ ക്രൂഷ്യ ചെയ്യുക.
ഇനി വീണ്ടും അടുത്ത ചെയിനിലേക്ക് സിംഗിൾ ക്രോഷേ. ഇത് കണ്ടിന്യൂ ചെയ്ത് റോ കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ സിംഗിൾ ക്രൂഷ്യയുടെ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് വർക്ക് ടേൺ ചെയ്തു. ഇനി ഒരു ചെയിൻ ചെയ്യുക. നോർമൽ സിംഗിൾ ക്രൂഷ്യസ് ഈ ചെയിൻ്റെ അടിയിൽ കൂടിയാണ് ചെയ്യുക. ഈ രണ്ട് ലൂപ്സ് ഉണ്ടല്ലോ, ഒരു ചെയിനിൽ 2 ലൂപ്സ് ഉണ്ട്. ഇതാണ് ചെയിനിൻ്റെ ബാക്ക് ലൂപ്പ്. ഓക്കെ, അപ്പോൾ ബാക്ക് ലൂപ്പ് ഏതാണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ബാക്ക് ലൂപ്പ്. ഇത് ഫ്രണ്ട് ലൂപ്സ് ആണ്. ഇതൊക്കെയാണ് ഫ്രണ്ട് ലൂപ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ സിംഗിൾ ക്രോഷേസ് ചെയ്യാം. ആദ്യത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത ചെയിനിൻ്റെ സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, ഇനി അത് റിപ്പീറ്റ് ചെയ്ത് റോയുടെ എൻഡ് വരെ, അറ്റം വരെ സെയിം ഫ്രണ്ട് ലൂപ്പിൽ കൂടി മാത്രം, ചെയിൻ്റെ അടിയിൽ കൂടെ ചെയ്തു പോരുത്, ഫ്രണ്ട് ലൂപ്പിൽ കൂടി മാത്രം ക്രോഷേ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാറ്റേൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ലൂപ്പ് പൊങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും, എഡ്ജ് പോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കാണാൻ പറ്റും. ഈ പാറ്റേൺ ആണ് സിംഗിൾ ക്രോഷേ ഫ്രണ്ട് ലൂപ്പ് കൂടെ ചെയ്താൽ കിട്ടുക. നമ്മൾ വർക്ക് ടേൺ ചെയ്ത് ഒരു ചെയിൻ ചെയ്ത ശേഷം വീണ്ടും ഫ്രണ്ട് ലൂപ്സ്, ആ ചെയിനിലെ ഫ്രണ്ട് ലൂപ്സിലേക്കൂടെ വീണ്ടും ചെയ്യുക. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നാൽ ഇതുപോലെ ഒരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടുക. നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാറ്റേൺ ഇതുപോലെയാണ് വരിക. അപ്പം നേരത്തെ ഞാൻ ചെയ്ത സോക്സ്, ബീനി, ഇതിലൊക്കെ ഞാൻ ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ മുഴുവൻ ഞാൻ സിംഗിൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടിയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ലൂപ്പിൽ കൂടെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇപ്പോൾ ചെയിൻസിൻ്റെ ബാക്കിലുള്ള ലൂപ്പിൽ കൂടെ, ഇപ്പോൾ ഫസ്റ്റ് ചെയിൻ്റെ ബാക്കിലുള്ള ലൂപ്പിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തു, വീണ്ടും യാൺ ഓവർ ചെയ്തു, 2 ലൂപ്സ് കൂടെ പുറത്തേക്ക് എടുത്തു. ഇനി അടുത്ത ചെയിനിൻ്റെ ബാക്കിൽ കൂടെ, ബാക്ക് ലൂപ്പിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇപ്പോൾ ഈ സ്റ്റിച്ച് റോയുടെ അറ്റം വരെ കണ്ടിന്യൂ ചെയ്യുക. ഇതുപോലൊരു പാറ്റേണാണ് നമുക്ക് കിട്ടുക. റിഡ്ജസ് കാണാൻ പറ്റും ഇവിടെ. ഓക്കെ, ബാക്കിൽ ഇതുപോലെ ഇരിക്കുക. ഇത് കുറച്ചധികം റോസ് കൂടെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ പാറ്റേൺ നമുക്ക് കിട്ടും. സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ഉപയോഗിച്ച് മോർ സ്റ്റിച്ചിങ് ഞാൻ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനാദ്യം കുറച്ച് ചെയിൻസ് ഒക്കെ ചെയ്ത് ഒരു റോ സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം പിന്നെ വർക്ക് ടേൺ ചെയ്ത് 2 ചെയിൻസ് ചെയ്തിട്ട് ആ റോയിൽ ആദ്യത്തെ ചെയിൻ വിടുക. എന്നിട്ട് അടുത്ത ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ചെയിൻ വിട്ടിട്ട് അടുത്ത ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി ഒരു ചെയിൻ ചെയ്യുക. ഇനി വീണ്ടും തൊട്ടടുത്ത ചെയിൻ വിട്ടിട്ട് അതിനടുത്ത ചെയിനിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. പിന്നെ ഒരു ചെയിൻ ചെയ്യുക. വീണ്ടും താഴെ പ്രീവിയസ് റോയിൽ ഒരു ചെയിൻ വിട്ടിട്ട് അടുത്ത ചെയിനിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക.
ഒരു റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മോസ് സ്റ്റിച്ചിൻ്റെ പാറ്റേൺ. ഇനി അടുത്ത റോ ചെയ്യാനായിട്ട് വർക്ക് ടേൺ ചെയ്തു, 2 ചെയിൻ ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത റോയിൽ സിംഗിൾ ക്രോഷ്യയുടെ മുകളിലുള്ള ചെയിൻ വിടുക, അത് സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത ചെയിൻ ചെയ്യുക. തൊട്ടടുത്ത ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും ഒരു ചെയിൻ ചെയ്തതിന് ശേഷം സിംഗിൾ ക്രോഷ്യ വരുന്ന ചെയിൻ അത് വിട്ടിട്ട് തൊട്ടടുത്ത ചെയിൻ സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നെ ഒരു ചെയിൻ. ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. റോ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒരു ഡിസൈനാണ് കിട്ടുക. വീണ്ടും വർക്ക് ടേൺ ചെയ്ത് 2 ചെയിൻ ചെയ്തതിന് ശേഷം സിംഗിൾ ക്രോഷ്യയുടെ മുകളിലുള്ള ചെയിൻ ഒഴിവാക്കിയിട്ട് ചെയിൻ സ്പേസിലേക്കാണ് ചെയ്യേണ്ടത്. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ചെയിൻ ചെയ്തതിന് ശേഷം അടുത്ത ചെയിൻ സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, വീണ്ടും ചെയിൻ ചെയ്യുക, അടുത്ത ചെയിൻ സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. ഇത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഈ റോ കഴിയുമ്പോൾ ഇതുപോലെയാണ് സ്റ്റിച്ചസ് വരിക. വർക്ക് ടേൺ ചെയ്ത് 2 ചെയിൻസ് ചെയ്തതിന് ശേഷം സിംഗിൾ ക്രോഷ്യയുടെ മുകളിലുള്ള ചെയിൻ ഒഴിവാക്കുക. ചെയിൻ മാത്രമുള്ള ആ സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇത് ഓർത്തിരുന്നാൽ മതി. ആദ്യം നമ്മൾ ചെയിൻസ് ചെയ്യുമ്പോൾ അതൊരു ഒറ്റ സംഖ്യ ആയിരിക്കണം, അതായത് ഒരു ഓഡ് നമ്പറാണ് കിട്ടേണ്ടത് നമുക്ക്. കാരണം അതിൻ്റെ മുകളിൽ ചെയ്യുന്ന സിംഗിൾ ക്രോഷ്യയുടെ റോ അത് ഈവൺ നമ്പർ ആയിരിക്കും, അതായത് ഇരട്ട സംഖ്യ ആയിരിക്കണം. എന്നാൽ മാത്രമേ സ്റ്റിച്ചസ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ മോസ് സ്റ്റിച്ച് അല്ലെങ്കിൽ ലിനൻ സ്റ്റിച്ച്, ഗ്രാനൈറ്റ് സ്റ്റിച്ച്, ഇങ്ങനെയൊക്കെ പേരുകളുണ്ട് ഇതിന്. എല്ലാം ഒന്ന് തന്നെയാണ്. ഇതാണ് പാറ്റേൺ. സിംഗിൾ ക്രോഷ്യ വെച്ചുള്ള വേറെ തരം സ്റ്റിച്ചസ് ഇനിയുമുണ്ട്, അതിനെ അടുത്ത വീഡിയോയിലിടാം. എല്ലാവർക്കും താങ്ക്സ്. ബൈ.